അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 30 ചൊവ്വാഴ്ച. യൂറോപ്യൻ രാജ്യങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും ഭീതിതമായ ഉഷ്ണതരംഗത്തിൽ വെന്തുരുകുന്നു. താപനില 40 ഡിഗ്രി സെൽഷ്യസിലും മുകളിൽ ഉയർന്നതോടെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു. ഒരാഴ്ചയായി തുടരുന്ന കൊടും ചൂടിൽ യൂറോപ്പിലാകെ 1500-ലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. ഫ്രാൻസിൽ മാത്രം 1300-ലധികം മരണങ്ങൾ രേഖപ്പെടുത്തി. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് ആശങ്ക. യൂറോപ്പിനെ മരണമുനമ്പിൽ നിർത്തുന്ന ഉഷ്ണതരംഗത്തെ ലോകാരോഗ്യ സംഘടന നിശബ്ദ കൊലയാളി എന്നാണ് വിശേഷിപ്പിച്ചത്. പ്രതിസന്ധി രൂക്ഷമായതോടെ ഫ്രാൻസിൽ സ്കൂളുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും താൽക്കാലികമായി അടച്ചുപൂട്ടിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. മത്സ്യത്തൊഴിലാളികളുടെ ആനുകൂല്യം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ മറുപടി പറയുന്നതിനിടെ നിയമസഭയിൽ ബഹളം. മന്ത്രി VE അബ്ദുൽ ഗഫൂർ സംസാരിക്കുന്നതിനിടെ മന്ത്രി ഷിബു ബേബി ജോൺ സംസാരിച്ചത് ഫിഷറീസ് മന്ത്രിക്ക് മറുപടി പറയാൻ അറിയാത്തതുകൊണ്ടാണോ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. ഇതിന് പിറകെയാണ് സഭയിൽ ബഹളമുണ്ടായത്. പിണറായിയെ പോലൊരാൾ അങ്ങനെ പറയരുതെന്നായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. അതേസമയം ഷിബു ബേബി ജോൺ ഇടയ്ക്ക് കയറിയതിനെ മുഖ്യമന്ത്രി VD സതീശൻ ന്യായീകരിച്ചു. KSRTC വനിതാ സൗജന്യ യാത്ര ഏർപ്പെടുത്തിയതുമൂലം KSRTCക്കുള്ള നഷ്ടം നികത്താൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി ഓവർ ഡ്രാഫ്റ്റ് നൽകും. 6 മാസത്തേക്ക് സർക്കാർ ഗ്യാരണ്ടിയിലാണ് ഓടി അനുവദിക്കുക. ദിവസേന ശരാശരി 2.5 കോടി രൂപയാണ് KSRTCക്ക് വരുമാന നഷ്ടം ഉണ്ടാവുക. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കി. ക്രമക്കേടിൽ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കണമെന്ന വരി കൂടി ചേർക്കണമെന്ന BJPയുടെ V മുരളീധരന്റെ ആവശ്യം വോട്ടിനിട്ട് തള്ളി. നടൻ ടിനി ടോമിനെതിരെ നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ കേസെടുക്കണമെന്ന് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി. സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള പരാതികൾ എല്ലാം അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശത്തിലുണ്ട്. തെളിവില്ലെന്നതായിരുന്നു കടവന്ത്ര പോലീസിന്റെ നിലപാട്. PSC ആസൂത്രണ ബോർഡിലേക്ക് നടത്തിയ പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ ചീഫ് പരീക്ഷയ്ക്ക് തസ്തികയ്ക്കുള്ള യോഗ്യത നിശ്ചയിച്ചതിലും ക്രമക്കേടുണ്ടെന്ന് പരാതി. ഇക്കണോമിക്സിൽ മാസ്റ്റർ ബിരുദമുള്ളവരെ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമെട്രിക്സ് ഡിപ്ലോമ ഇല്ലെന്ന കാരണത്താൽ ഒഴിവാക്കി. പരീക്ഷ എഴുതിയ 80 വിദ്യാർത്ഥികളിൽ 79 പേരെയും വിദ്യാഭ്യാസ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് അയോഗ്യരാക്കി. ഒരാൾ മാത്രമുള്ള റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിന്റെ ഭാഗമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. പന്തളം നഗരസഭയിലെ വിവിധ വികസന പദ്ധതികളിൽ ലക്ഷങ്ങളുടെ അഴിമതിയും ക്രമക്കേടും നടത്തിയ കേസിൽ 3 മുൻ ഉദ്യോഗസ്ഥർക്ക് 14 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. മുൻ BDO വാസുദേവൻ, പദ്ധതി കൺവീനർമാരായ ഷാലു ഖാൻ, K ശിവരാജൻ എന്നിവരെയാണ് കൊല്ലം വിജിലൻസ് കോടതി ശിക്ഷിച്ചത്. അന്താരാഷ്ട്ര ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ ചിത്തരേഷ് നടേശനും ലോക പുരുഷ സൗന്ദര്യ മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ ഷിനു ചൊവ്വയ്ക്കും ആംഡ് പോലീസ് ഇൻസ്പെക്ടർമാരായി നിയമനം നൽകിയ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. ഇരുവരുടെയും നിയമന ഉത്തരവിന്റെ രേഖകൾ മുദ്രവെച്ച കവറിൽ വെള്ളിയാഴ്ചയ്ക്കകം ഹാജരാക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരും. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ഡാമുകളിലെ ജലനിരപ്പ് ഉയരാത്തതിനാൽ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാവാത്ത സ്ഥിതിയാണ്.
ലഹരിക്ക് വേണ്ടി അണലി കുഞ്ഞുങ്ങളെ കൊണ്ട് നാവിൽ കൊത്തിക്കുന്ന പാർലറുകൾ ഉണ്ടെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പരാമർശം വൈദ്യശാസ്ത്രപരമായി അസംബന്ധമാണെന്ന് ഡോക്ടർ ഷിംന അസീസ്. അണലി കടിച്ചാൽ ലഹരിയല്ല, മരണമാണുണ്ടാവുക. രക്തത്തെ നേരിട്ട് ബാധിക്കുന്ന അണലി വിഷം നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതല്ലെന്നും മൂർഖനും വെള്ളിക്കെട്ടനുമാണ് ന്യൂറോടോക്സിസ് വെനം ഉള്ളതെന്നും ഡോക്ടർ പറഞ്ഞു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ തോമസ് എബ്രഹാമിനെ വൈസ് ചാൻസലർ മാറ്റി. പകരം ഗിരിജ ഗോപാലിനെ നിയമിച്ചു. കേസുകളിൽ സർവകലാശാല തുടർച്ചയായി തോൽക്കുന്നതുകൊണ്ടാണ് മാറ്റമെന്നാണ് വിശദീകരണം. ദ്വാരപാലക ശില്പത്തിൽ കേടുവരുത്തിയതിന് പിന്നിലും പോറ്റിയുടെ ഇടപെടലുണ്ടായെന്ന് വിവരങ്ങൾ. പോറ്റി നിർമ്മിച്ച പീഠം സ്ഥാപിക്കുന്നതിനിടയിലാണ് ശില്പത്തിന് കേടുപാട് സംഭവിച്ചത്. പീഠത്തിന്റെ അളവ് കൃത്യമല്ലാത്തതിനെ തുടർന്ന് പോറ്റി ഇത് തിരികെ കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ഈ പീഠം പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. വിഴിഞ്ഞം തീരത്തുനിന്ന് മത്സ്യബന്ധനത്തിനായി കടലിൽ പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതരായി കണ്ടെത്തി. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, വലിയവെള്ളി സ്വദേശി ബാബു എന്നിവരെയാണ് കണ്ടെത്തിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി ധനകാര്യ ബില്ലിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ നികുതി നിർദ്ദേശം ഒഴിവാക്കി അവതരിപ്പിക്കണമെന്ന് CPM നേതാവ് AK ബാലൻ. ഇതു സംബന്ധിച്ച് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും മദ്യനയ വിവാദത്തിൽ പ്രതിപക്ഷം ശക്തമായ നിലപാടെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. +1 പ്രവേശനത്തിനുള്ള 3ാമത്തെ അലോട്ട്മെന്റ് പൂർത്തിയായിട്ടും മലപ്പുറത്ത് സീറ്റ് കിട്ടാതെ 25,084 കുട്ടികൾ. ഇനിയുള്ളത് സംവരണ സീറ്റുകൾ മാത്രമാണ്. സീറ്റ് ലഭിക്കാത്തവർക്കായി മലപ്പുറത്ത് 120 താൽക്കാലിക ബാച്ചുകൾ സർക്കാർ അനുവദിച്ചേക്കും. കോൺഗ്രസ് നേതാവ് K സുധാകരൻ MP എറണാകുളത്ത് വിളിച്ചു ചേർത്ത തൂഫാൻ യോഗത്തെക്കുറിച്ച് അറിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരം യോഗങ്ങൾ വിളിക്കേണ്ടതെന്നും ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ചമഞ്ഞു നടന്നിരുന്ന യുവാവിനെ MDMAയുമായി പെരുമ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട എഴുമറ്റൂർ സ്വദേശിയായ ഷർഫിൻ സെബാസ്റ്റ്യനാണ് പിടിയിലായത്. ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് എന്ന വ്യാജ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് പിടിയിലായ ഷർഫിൻ സെബാസ്റ്റ്യൻ. തെരുവുനായ ശല്യത്തെ തുടർന്ന് ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് 2ാം ദിവസവും അവധി പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രി വൈകിയും നായകളെ പിടികൂടാനുള്ള ശ്രമം വിജയിച്ചില്ല. നായകളെ പിടികൂടാതെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന് രക്ഷിതാക്കൾ നിലപാടെടുത്തതോടെയാണ് സ്കൂളിന് ഇന്നും അവധി നൽകിയത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. സംഭാവന കൊള്ള നടന്ന അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോകാനിരുന്ന UPയിലെ കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവിനെ പറ്റി വിവരമില്ലെന്ന് ഭാര്യ റീന റായ്. ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് സർക്കാരായിരിക്കും ഉത്തരവാദിയെന്നും അവർ പറഞ്ഞു. കർണാടകയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്ന് ആരംഭിച്ചു. എല്ലാ വോട്ടർമാരും വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ. വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ ഭാവിയിൽ സർക്കാർ ആനുകൂല്യങ്ങൾ അടക്കം നഷ്ടപ്പെടാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കോച്ചിംഗ് സെന്ററുകൾക്ക് ദേശീയ നിയമം കൊണ്ടുവരാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ. നിയമവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം നിയോഗിച്ച സമിതി റിപ്പോർട്ട് ഉടൻ നൽകും. JEE, NEET, CUET പരീക്ഷകൾ പരിഷ്കാരത്തിനാണ് സർക്കാർ നീക്കം. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാൻ അവകാശപ്പെട്ട വെള്ളം തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ ആ കൈകൾ വെട്ടിമാറ്റുമെന്ന് പാക് കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി മുസാദിഖ് മാലിക് ഭീഷണി മുഴക്കി. പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴുക്കില്ലെന്നാണ് ഇന്ത്യ പറയുന്നതെന്നും മുസാദിഖ് മാലിക് കുറ്റപ്പെടുത്തി. UAEയിൽ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ സർവീസ് നടത്തി. ഇന്ന് പുലർച്ചെ 5:34 ഫുജൈറയിൽ നിന്ന് പുറപ്പെട്ട ഈ ട്രെയിൻ 1 മണിക്കൂറും 45 മിനിറ്റും കൊണ്ട് അബുദാബിയിലെത്തി. ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ മുൻ റണ്ണേഴ്സ് അപ്പുകളായ നെതർലാൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീഴ്ത്തി മൊറോക്കോ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തു. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനില പാലിച്ചതിനെ തുടർന്നാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോ ജയിച്ചു കയറിയത്. 71 മിനിറ്റുകളോളം ഗോൾ രഹിതമായി തുടർന്ന മത്സരത്തിൽ നെതർലാൻഡ്സാണ് ആദ്യം സ്കോർ ചെയ്തത്. 72ാം മിനിറ്റിൽ കോഡി ഗോക്പെയിലൂടെ ഡച്ച് ടീം മുന്നിലെത്തി. എന്നാൽ ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ ഇസ ഡിയോപ്പിന്റെ ഹെഡറിലൂടെ മൊറോക്കോ സമനില ഗോൾ നേടുകയായിരുന്നു.
ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ പൂർത്തിയായി നോക്കൌട്ട് മത്സരങ്ങൾ തുടങ്ങിയതിന് പിന്നാലെ പുറത്തുവിട്ട ഫിഫ പവർ റാങ്കിങ്ങിൽ അർജന്റീന നായകൻ ലിയണൽ മെസ്സി ഒന്നാമൻ. 3-ാം സ്ഥാനത്തായിരുന്ന എംബാപ്പെ 2-ാം സ്ഥാനത്തും VfB സ്റ്റുട്ട്ഗാർട്ടിന്റെ ജർമ്മൻ സ്ട്രൈക്കർ ഡെനീസ് ഉണ്ടാവ് ആണ് 3-ാം സ്ഥാനത്തുള്ളത്. ലോകകപ്പിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാഗ്വയോട് തോറ്റുപുറത്തായതിൽ വിവാദമായ വാർ തീരുമാനത്തെയോ റഫറിയെയോ കുറ്റം പറയാനില്ലെന്ന് നായകൻ ജോഷുവ കിമ്മിച്ച്. മത്സരത്തിന്റെ അധിക സമയത്ത് ജർമ്മൻ ഡിഫൻഡർ ജൊനാഥൻ ടാഹ് നേടിയ ഹെഡർ ഗോൾ വാർ പരിശോധനയ്ക്ക് ശേഷം റഫറി നിഷേധിച്ചിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ ആദ്യ പോരാട്ടം നാളെ ചെസ്റ്റർ ലീ സ്ട്രീറ്റിലെ റിവർ സൈഡ് ഗ്രൗണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 കളി തുടങ്ങുക. അയർലൻഡിനോട് അപ്രതീക്ഷിത തോൽവി വഴങ്ങിയ പശ്ചാത്തലത്തിൽ മാറ്റങ്ങളോടെയാകും ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ ഇറങ്ങുക. 15-കാരൻ കൗമാരതാരം വൈഭവ് സൂര്യവംശി ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.